നമസ്കാരം. മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന അതിഥി മലയാള സിനിമയിൽ ഇതാ ഉയർന്നുയർന്നു വരുന്ന നല്ലൊരു നടൻ. ടെലിവിഷനിലൂടെ നമുക്കൊക്കെ സുപരിചിതനായ വിനോദ് കൂവൂരും ഭാര്യ ദേവു. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിനോദ് വിശേഷം? സുഖം ചേച്ചി. അന്ന് കോഴിക്കോട് കണ്ടിട്ട് പിന്നെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നല്ലേ? ദേവു പറയൂ. ദേവു ഇങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ട്. ദേവു വെറുതെ ചേച്ചിയോട് സംസാരിക്കാന്ന് വിചാരിച്ചാൽ മതി. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുക. അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് നമ്മളെ വിശേഷങ്ങളൊക്കെ പറയുന്നു അല്ലേ? വീട്ടിൽ തന്നെയാണോ, വല്ല ജോലിക്ക് പോകുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫാണ്. ഓക്കെ. എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 10 വർഷമായി. 10 വർഷമായി. കോഴിക്കോട് തന്നെയാ ദേവിന്റെ സ്ഥലം? അല്ല, മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം. വളാഞ്ചേരി. വിദ്യാഭ്യാസമൊക്കെ അവിടെ തന്നെയാണ്? അതെ. ആണോ? നിങ്ങള് ലവ് മാരേജ് ആയിരുന്നോ? എന്തൊരു വലിയൊരു കുറ്റബോധം പോലെ. അത്ര വലിയ മഹാഭാവാണോ? ആണോ? എങ്ങനെയുണ്ട് ഭർത്താവ്? ഇപ്പൊ ഇങ്ങനെ കയറി കയറി വലിയ സ്റ്റാറായി വരില്ലേ? സന്തോഷം? ഒരുപാട് സന്തോഷമുണ്ട്. കുറെ സങ്കടം ഉണ്ടായിരുന്നോ നമ്മുടെ ഭർത്താവ് ഉദ്ദേശിച്ച രീതിയിൽ അങ്ങോട്ട്? ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുറത്തൊക്കെ പോകുമ്പോ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓടി തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ എല്ലാരും വന്ന് പിടിക്കുമ്പോ നല്ല സന്തോഷം തോന്നും. സന്തോഷമുണ്ട്. ശരിക്കും വിനോദ് ഒരുപാട് മേഖലയിൽ കൈവച്ചിട്ടുള്ള ഒരാളാണ് അല്ലേ? ഒരു നടൻ എന്ന് മാത്രം പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് പലർക്കും അറിയില്ല വിനോദ് എന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ളത്. ആർക്കും അറിയില്ല. സാധാരണ അഭിനയിക്കാൻ വരുന്നവര് നേരെ പോകുന്നു, ചാൻസ് ചോദിക്കുന്നു, ചാൻസ് കിട്ടിയില്ലെങ്കിൽ മനസ്സ് തളർന്ന് വീട്ടിൽ പോയിരിക്കുന്നു അല്ലേ? അങ്ങനെ ഒരു എന്താ പറയാ, നമുക്ക് ഇത് മാത്രമേ അറിയാവൂ എന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ, പല കലാകാരന്മാരും. പക്ഷെ വിനോദിനെ സംബന്ധിച്ച് വിനോദ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പം തന്നെ എന്നോട് പറഞ്ഞു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ അന്ന് കോഴിക്കോട് വന്നപ്പോൾ പറഞ്ഞു സ്കൂളുകളിലൊക്കെ കുട്ടികൾക്കൊരു എന്റർടൈൻമെന്റ് ക്ലാസ് എടുക്കാറുണ്ട് എന്ന് പറയുന്നു അല്ലേ? ശരിക്കും എന്താണ് വിനോദിന്റെ ലക്ഷ്യം? എന്താണ് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക്? ലക്ഷ്യം അഭിനയം തന്നെയാണ്. അത് കുട്ടിക്കാലം മുതലേ എൻ്റെ കൂടെയുണ്ട്. കുട്ടിക്കാലത്ത് എനിക്ക് സിനിമയോട് ഭയങ്കര ക്രേസായിരുന്നു. സിനിമാക്കാരൻ ഈ പിന്നെ പഴയ നോട്ട് പുസ്തകങ്ങളിലൊക്കെ താരങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ പേപ്പറിൽ നിന്നൊക്കെ വെട്ടി ഒട്ടിച്ചു വെക്കുക ഭയങ്കര ഒരു ആരാധനയായിരുന്നു. അതിങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് നടന്ന് അതുകൊണ്ട് തന്നെ കലാകാരനായിട്ട് ജീവിക്കുള്ളൂ എന്നൊരു വാശി മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അച്ഛനും അമ്മയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അപ്പം അവർക്കൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാക്കണം എന്നൊരു മോഹം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. അപ്പം അവരതിനെ നിർബന്ധിച്ചു. പഠനമൊക്കെ ഡിഗ്രി വരെ പഠിച്ചു. പിന്നെ ഒരു ജോലിക്ക് അവർ വല്ലാതെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെയ്തു. അങ്ങനെ അവർക്ക് വേണ്ടി അങ്ങനെ ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായിട്ട് ജോലി ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ശ്രമം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്, കലയിലേക്ക് എന്തെങ്കിലും എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊക്കെ കുറേ കാലങ്ങൾക്ക് വിഫലമായി, ഒന്നും നടന്നില്ല. പിന്നെ ജോലി, അതിനിടയ്ക്ക് HIV AIDS പ്രിവെൻഷൻ പ്രോജക്റ്റിൽ, ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റിൽ 7 വർഷം ജോലി ചെയ്തു. HIV ബോധവൽക്കരണ ക്ലാസ്സുകളും. പക്ഷെ അതിൽ കുറേ കലാപ്രവർത്തനങ്ങളൊക്കെ നടത്താൻ സാധിച്ചു. കലയിലൂടെ ആളുകളെ ബോധവൽക്കരിക്കുന്ന, അതായത് തെരുവ് നാടകങ്ങൾ, പിന്നെ ഫോക്ക് സോങ്സ്, പിന്നെ ഞാനൊരു ഡോക്യുമെൻ്ററി ഡയറക്റ്റ് ചെയ്തിരുന്നു ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അപ്പം വൈകിയ വേളയിലാണ് ശരിക്കും ആ കലയുടെ വാതിലുകൂടെ തുറന്നത്. വൈകിട്ടൊന്നുമില്ല, അങ്ങനെ വയസ്സൊന്നും ആയിട്ടില്ലല്ലോ. ഈ കുട്ടികളെ എങ്ങനെ എന്റർടൈൻ ചെയ്യുന്നത്? സത്യത്തിൽ കുട്ടികളെ എന്റർടൈൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടല്ലേ അല്ലേ? അവരെ ഒന്ന് ചിരിപ്പിച്ച് കിട്ടുക എന്ന് പറയുന്നത്. കാരണം കുട്ടികളിപ്പോൾ എന്ത് കാണിച്ചാലും ഇങ്ങനെ നോക്കിയിരിക്കുകയല്ലാതെ അവരൊന്ന് സന്തോഷിച്ച് ചിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. എന്താണ് അവരുടെ മുമ്പിൽ? എനിക്കറിയില്ല. ഞാനത് ദൈവത്തോട് നന്ദി പറയാണ്. കാരണം പല സ്കൂളിലെയും ടീച്ചേഴ്സൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്കൂളിൽ ഇനാഗുറേഷനൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, അതിഥിയായിട്ട് ക്ഷണിച്ചു, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ 1000-1500 കുട്ടികളിരിക്കുകയാണ്. പക്ഷെ അവർ ഞാൻ പറയുന്ന സമയത്ത് സൈലൻ്റ് ആവും. ഞാൻ പറയുമ്പോൾ അവർ ഉറക്കെ ചിരിക്കും, ഞാൻ പറയുമ്പോൾ അവർ കരയും. മൊത്തം മിമിക്രിയും നാടൻപാട്ടും പിന്നെ കുഞ്ഞിനി മാഷിൻ്റെ കുറേ സൃഷ്ടികൾ. കാരണം കുഞ്ഞിനി മാഷ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയൊരു വ്യക്തിയാണ്. കുഞ്ഞിനി മാഷ് കൂടെ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. കുഞ്ഞിനി മാഷ് എൻ്റെ വീട്ടിൽ വന്നിട്ട് അന്തി ഇറങ്ങി. ഞാനത് കേട്ടിട്ടുണ്ട്. കുഞ്ഞിനി മാഷ് ഒരു ദിവസം വിനോദിന്റെ വീട് തപ്പി വന്നു. എന്നിട്ട് വിനോദ് വരുമ്പോ വീടിന് മുമ്പിൽ നിർത്താൻ
എന്താണെന്ന് വിനോദ് അതിശയിക്കോ, കുഞ്ഞുണ്ണി മാഷ് വിനോദിനെ കാത്ത് അവിടെ ഇരിക്കുക. സത്യം. അപ്പം കുഞ്ഞുണ്ണി മാഷാണ് എങ്ങനെ വിനോദ് കുഞ്ഞുണ്ണി മാഷുമായിട്ട് ഒരു അത് ഞങ്ങളുടെ കോഴിക്കോട് ഒരു ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. ഈ സംഘടനയിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ അതിനകത്ത് മെമ്പറായിരുന്നു. ശരിക്കും ആ സംഘടനയിൽ നിന്നാണ് എൻ്റെ വളർച്ച. അത് ഒരുപാട് വേദികൾ ആ സംഘടനയുടെ കെയർ ഓഫിൽ റെപ്രസെൻറ്റേഷനായിട്ട്, ആ സംഘടനയുടെ റെപ്രസെൻറ്റേഷനായിട്ട് ഞാൻ ഡൽഹി പോയിട്ട് ഈ കോഴ്സൊക്കെ ചെയ്തത്. അപ്പോൾ ഈ സംഘടനയുടെ ഒരു ഫംഗ്ഷനെ ഞങ്ങൾ കുഞ്ഞുണ്ണി മാഷെ വിളിക്കാൻ തീരുമാനിച്ചു. കുഞ്ഞുണ്ണി മാഷെ ക്ഷണിക്കാൻ പോകണം ഞാനാണ് പാലക്കാട് വീട്ടിൽ. അപ്പോൾ ആ വീട്ടിൽ പോയിട്ടുള്ള സംസാരത്തിലും കുഞ്ഞുണ്ണി മാഷയുടെ ട്രെയിൻ യാത്രയിലും എങ്ങനെയും ഞങ്ങൾ അടുത്തു. തിരിച്ച് കുഞ്ഞുണ്ണി മാഷെ കൊണ്ടാക്കാൻ ഞാൻ പോയി. ആ ഒരു ദിവസത്തെ ബന്ധം പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ കത്തുകളിലൂടെയായിരുന്നു ബന്ധപ്പെട്ടത്. കുഞ്ഞുണ്ണി മാഷ് കത്ത് എഴുതും, ഞാൻ തിരിച്ചെഴുതും. പിന്നെ കോഴിക്കോട് വരുമ്പോൾ എൻ്റെ വിവരമായിരിക്കും, ഞാൻ വരുന്നുണ്ട്, നീ വരണം, കാണും. അങ്ങനെ കാഴ്ചകളും കൊണ്ടാക്കില്ല. അപ്പോൾ ഈ ട്രെയിനിലൊക്കെ ചില ആളുകൾ ചോദിക്കും കുഞ്ഞുണ്ണി മാഷോട് ആരാതെന്ന്. അപ്പോൾ മാഷ് പറയും എൻ്റെ മോനാന്ന് പറയും. എനിക്ക് വലിയ സന്തോഷമായിരുന്നത്. അങ്ങനെ ഒരിക്കൽ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, ഒരിക്കൽ ഞാൻ നിൻ്റെ വീട്ടിൽ വരും, നീ നോക്കിക്കോ എന്ന് പറയും. പക്ഷെ ഞാനത് കാര്യമാക്കിയൊന്നുമില്ല. പക്ഷെ ഒരിക്കൽ അത് സംഭവിച്ചു. ഒരു ദിവസം രാത്രി വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞുണ്ണി മാഷ് വീട്ടിൽ. അപ്പോൾ അന്ന് കുഞ്ഞുണ്ണി മാഷ് വീട്ടിൽ നിന്ന് പോകുമ്പം അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു, ഇവനെ നിങ്ങൾ ജോലിക്കൊന്നും വിടാൻ നോക്കണ്ട, അവൻ കലാകാരനായിട്ടും എല്ലാവർക്കും വേണ്ടപ്പെട്ടാനായിട്ടും ജീവിച്ചോളൂ, അവൻ പേരുദോഷം ഉണ്ടാക്കൂല എന്ന് പറഞ്ഞു. അതോടെയാണ് ശരിക്കും വീട്ടിൽ നിന്ന് ഒരു പച്ചക്കറി കിട്ടിയത് എനിക്ക്. ഈ സിനിമയായിട്ട് നടക്കുമ്പോൾ അച്ഛൻ വഴക്കുറിയായിരുന്നു? ഇല്ലില്ല, അച്ഛന് ചെറുപ്പത്തിൽ എന്നെ സിനിമയിലേക്ക് വിടാൻ വലിയ താല്പര്യമായിരുന്നു. അച്ഛൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അച്ഛനെന്ത് ജീവിച്ചിരിപ്പില്ല. എൻ്റെ ഇപ്പോഴുള്ള നേട്ടങ്ങളൊന്നും കാണാൻ പറ്റിയില്ല അച്ഛന്. അച്ഛൻ ഈ KPSC നാടക സംഘമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു അച്ഛന്. തോപ്പിൽ വാസിയൊക്കെ ആയിട്ട്. ആ, അപ്പം അങ്ങനെ എന്നെ KPSCയുടെ ട്രൂപ്പിലൊക്കെ എടുക്കാൻ ഒരു ശ്രമമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം പ്രശ്നമാകും, ക്ലാസ്സൊക്കെ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ പിന്തിരിഞ്ഞു. പിന്നെ പല ഡയറക്ടർമാരെടുത്തും അച്ഛൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ തന്നെ ആങ്ഷൈറ്റി എടുത്ത് എന്നെ കൊണ്ടുപോകും. കാരണം സ്കൂളിലൊക്കെ ഞാൻ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊച്ചുകാലത്തെ മിമിക്രി, മോണോ ആക്ട്, നാടകം എല്ലാത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ കലാകുടുംബമാണ്. അമ്മയും അഭിനയിക്കും. അമ്മയും ഞാനൊക്കെ ഒരുമിച്ച് അഭിനയിച്ച നാടകം ഉണ്ടായിട്ടുണ്ട്. കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, അതുകൊണ്ട് എങ്ങനെയായിരിക്കും ജീവിതം എന്നൊക്കെ പേടിയുണ്ടായിരുന്നോ? തോന്നിയില്ലേ? എന്നാലും നമുക്ക് വരുമാനമൊക്കെ നമ്മൾ ആലോചിക്കില്ലേ, ഇതൊരു സ്ഥിര വരുമാനം അല്ലല്ലോ, ജോലിയല്ലല്ലോ. കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഇത്ര സജീവമല്ല. പക്ഷെ എന്നാലും അഭിനയമാണ് ലക്ഷ്യം എന്നുള്ളത് അറിയിക്കില്ലേ നമ്മള്? നമ്മുടെ ലക്ഷ്യം എന്തായാലും ഒരു സർക്കാർ ഉദ്യോഗം അല്ല അല്ലേ? അതറിയിച്ചിട്ടില്ലേ? അപ്പൊ അങ്ങനെ വീട്ടുകാർ പേടിക്കില്ല, അയ്യോ ഇതൊരു സ്ഥിര വരുമാനം അല്ലല്ലോ എന്നൊക്കെ പേടിച്ചില്ലായിരുന്നു? അല്ല, അന്ന് അതിനൊരു രക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. ഈ കലയുടെ കൂടെ അന്ന് ഞാൻ ഈ നേരത്തെ ഞാൻ ദേവനെ എങ്ങനെയെങ്കിലും സംസാരിപ്പിക്കാൻ നോക്കാം. അതല്ല, ഈ ഗവൺമെന്റ് ഒരു പ്രോജക്റ്റിൽ ഞാൻ ജോലി ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക്. ആ സമയത്ത് ആ കല്യാണം നടന്നു. അതെനിക്കൊരു പോസിറ്റീവായി. അതാണ് കാര്യം. ഞാൻ ടെലിവിഷനിൽ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു വിനോദ് അങ്ങനെ ആയിരിക്കും സംസാരിക്കുക. അപ്പൊ ഞാൻ കോഴിക്കോട് വെച്ച് കണ്ടപ്പോൾ വിനോദ് ഇങ്ങനെ എന്നോട് സംസാരിക്കണം. അപ്പൊ എനിക്ക് വാസ്തവത്തിൽ അത് കേൾക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ മലയാള സിനിമയിൽ എന്ത് ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞാലും ഡബ് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യും. പക്ഷെ എനിക്ക് ഇത് മാത്രം വരില്ല. തല്ലിക്കൊന്ന എനിക്ക് ഈ മലബാർ സ്ലാങ് എനിക്ക് വരില്ല. അപ്പം ഞാൻ പതുക്കെ അതിന്ന് ഊരും. അയ്യോ വേണ്ട, എനിക്കിത് വരില്ല. പിന്നെ ഞാൻ ചിലർ നിർബന്ധിച്ച് പറയുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലായിരിക്കും ഞാൻ പറയുന്നത്. അപ്പം എനിക്കിത് കേൾക്കാൻ വലിയ രസമായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ ഇരുന്ന് എൻ്റെ മുമ്പിലിരുന്ന് അങ്ങനെയൊക്കെ സംസാരിക്കും. ഒരു പാട്ട് പാടും. നാടൻപാട്ടുകൾ ഞാൻ പാടിയ എനിക്കൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, ഗ്രാമീണം എന്ന പേരിൽ. ഞങ്ങൾ ഒരുപാട് അമ്പലപ്പറമ്പുകളിലൊക്കെ പോയിട്ട് 2 മണിക്കൂർ സംഘം ചേർന്ന് പാടുന്നത്. അതൊരു പ്രത്യേക ക്രേസാണ്. നാടൻപാട്ടുകൾ പാടുമ്പം ആളുകളെ കൊണ്ടായിട്ട് ഡാൻസ് ചെയ്യിപ്പിക്കും. എൻ്റെ ഒരു താളം, ചടുലമായ താളം, കാര്യങ്ങൾ. പിന്നെ അതിലുള്ള വേദന എന്നൊക്കെ പറയുന്നൊരു സുഖമുള്ളൊരു വേദനയാണ് ഞാൻ നാടൻപാട്ടിലെ പാട്ടുകളുടെ വേദന. ഏനിന്നലെ ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ, കുനനൂറും പണി ചേർന്നൊരാനയെ കൊന്നെന്ന്. ഏനിന്നലെ ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ, ചാവേറിൻ വേരിനെല്ലാം നാവുമുളച്ചെന്ന്. പയ്യാരം പറയാണ്ട് നടയടകിടാത്ത പുല്ലാനി മൂർഖനുണ്ട് പോതിലൊക്കെയോർത്തോ. പയ്യാരം പറയാണ്ട് നടയടകിടാത്ത പുല്ലാനി മൂർഖനുണ്ട് പോതിലൊക്കെയോർത്തോ. ഏനിന്നലെ ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ, കുനനൂറും പണി ചേർന്നൊരാനയെ കൊന്നെന്ന്.
ഏനന്റെ പയമനം തുടിക്കണക്കിടാത്ത വാളിന്റെ മൊന പോലെ തരിക്കണക്കിടാത്ത ഏനന്റെ പയമനം തുടിക്കണക്കിടാത്ത വാളിന്റെ മൊന പോലെ തരിക്കണക്കിടാത്ത ഏനിന്നലെ ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ കുനനൂറും പണി ചേർന്നൊരാനയെ കൊന്നെന്ന് ഏനിന്നലെ ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ ചാവേറിൻ വേരിനെല്ലാം നാവു മുളച്ചെന്ന്. പാടുവോ? വിനോദിന് ഏത് രീതിയിലാണ് ദേവുവിന് ഏറ്റവും ഇഷ്ടം? നല്ല നടനായിട്ടോ നല്ല പാട്ടുകാരനായിട്ടോ എന്താണ്? നല്ല ഭർത്താവായിട്ട്. മിടിക്കുക. അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ ഇടയിലേക്ക് വല്ലാതെ അങ്ങോട്ട് കയറിയത് ചാനലിലെ ഒരു പ്രോഗ്രാമിൽ കൂടെ അല്ലെ, ഒരു സീരിയലിൽ കൂടെയാണ് അല്ലേ? അതിൽ പ്രത്യേകിച്ച് ആ ക്യാരക്ടർ അതാണ് വിനോദിനൊരു ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിഞ്ഞത്. നമ്മൾ പിന്നെയാണ് നമ്മൾ സിനിമയിലേക്ക് സംവിധായകർ പോലും ശ്രദ്ധിക്കുന്നത് അതുവഴിയാണ് അല്ലേ? അങ്ങനെ ആണോ സത്യേട്ടനൊക്കെ അഭിനയിക്കാൻ? സത്യേട്ടൻ എൻ്റെ ഒരു സ്കിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ പിന്നെ 2-3 റിയാലിറ്റി ഷോയിൽ ഒരുപാട് കോഴിക്കോടൻ തമാശകൾ ചെയ്തിട്ടുണ്ട്. അത് തനി എന്താ പറയുക, നാടൻ തമാശകൾ. അപ്പോൾ അത് എൻ്റെ ചില സ്കിറ്റുകളൊക്കെ ഭയങ്കര പോപ്പുലറായിട്ട് ഇപ്പോഴും പലരുടെ മൊബൈലിലൊക്കെ ഉണ്ട്. എൻ്റെ കാലൻ കണാരൻ ബാർബർ ഷാപ്പ്, പിന്നെ ഫോട്ടോ സഹിതം, ടിൻഡുമോൻ എന്നൊക്കെ പറഞ്ഞ കുറേ സ്കിറ്റുകളുണ്ട്. ഇതിൽ ഈ ജാലിയൻ കണാരൻ എന്ന് പറഞ്ഞ സ്കിറ്റ് ഉണ്ട് എൻ്റെ. ആ സ്കിറ്റ് സത്യേട്ടൻ കാണുകയാണ്. അപ്പം ചേച്ചി നേരത്തെ ചോദിച്ചല്ലോ ഈ ഡയറക്ടർമാരൊക്കെ കാണാൻ. ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ശ്രമിച്ചൊരു ഡയറക്ടർ സത്യനന്ദിക്കാണ്. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. പലപ്പോഴും ഞാൻ ഫെയിലറായിട്ട് ഇരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് സത്യനന്ദിക്കാട് എന്നെ ഒരിക്കലും ഇങ്ങോട്ട് ഫോണിൽ വിളിക്കുന്നത്. എനിക്ക് വിനോദിനെ ഒന്ന് കാണണം. എനിക്ക് വലിയൊരു അല്പം, ഞാൻ സ്വപ്നമാണെന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ പോയി സാറിനെ കണ്ടപ്പോൾ സാറ് പറയണം, വിനോദിൻ്റെ ഈ സ്കിറ്റാണ് എനിക്ക് ഈ വിനോദിലേക്ക് ഒരു ആകർഷണം ഉണ്ടാക്കി. ആ സമയത്ത് എൻ്റെ ഇപ്പോഴത്തെ ഈ TV ഷോ ഉണ്ട്, എൻ്റെ ആ ക്യാരക്ടർ മുസ്ലിം ക്യാരക്ടറുള്ള അതും കണ്ടിട്ട് സാറ്. പക്ഷേ ഈ ഒരു സ്കിറ്റാണ് സാറിന് ഭയങ്കര ഇഷ്ടമായി. അത് ഞാൻ ഒരുപാട് തവണ കണ്ടു. വളരെ ഞാൻ കണ്ട നല്ലൊരു ക്ലാസിക് കോമഡിയാണത്. അങ്ങനെയാണ് സാറിൻ്റെ പുതിയ തീരങ്ങളിൽ ഫസ്റ്റ് ടൈം എനിക്ക് ഒരു വേഷം കിട്ടുന്നത്. അതിലൊരു സ്റ്റാമറിംഗ് ഉള്ളൊരു വിക്കൻ ചന്ദ്രൻ എന്ന് പറഞ്ഞു. ഞാൻ കണ്ടിരുന്നു ആ ഫിലിം, നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മല്ലികൻ്റെ പേരൊക്കെ ആയിട്ട് അതെനിക്ക് അത്ഭുതമായിരുന്നു. എനിക്കൊരു നായികയൊക്കെ ഉള്ളൊരു ക്യാരക്ടർ ഫസ്റ്റിൽ നിന്ന് കിട്ടുകയെന്നൊക്കെ പറഞ്ഞു. അത് സത്യൻ സാറിൻ്റെ പടത്തിലേ വലിയ സന്തോഷമായത്. അന്നാണ് സത്യൻ സാർ നേരത്തെ ചേച്ചി പറഞ്ഞ കാര്യം പറഞ്ഞത്. ഞാനിങ്ങനെ കുറേ കാലമായിട്ട് സാറേ നഷ്ടങ്ങൾ തന്നെയാണ്, സമയമൊക്കെ ഒരുപാട് പോയി. സാറിന് എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാ. സത്യേട്ടൻ്റെ സിനിമയിലെ ഡയലോഗ് അതിനെ പറഞ്ഞു. അപ്പോഴാണ് വിനോദിന്റെ സമയം, ഞാൻ വിളിച്ചില്ലേ എത്തിയില്ലേ എന്ന് പറഞ്ഞു. ഞാൻ വിനോദിനെ കുറിച്ച് വേറൊരു വലിയ തമാശ കേട്ടിട്ടുണ്ട്. വിനോദിനെ എന്തോ ഒരു ഫംഗ്ഷനോ മറ്റോ ആരോ വിളിച്ചിട്ട് അല്ലേ, വിളിച്ചിട്ട് വിനോദ് അവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടി അവർ വണ്ടി അയക്കാന്ന് പറഞ്ഞു അല്ലേ. വിനോദ് കാത്തു നിന്ന്. വിനോദിന്റെ സിനിമകളൊക്കെ കണ്ടോ? ഓ, എല്ലാ സിനിമയും ഇഷ്ടമായോ? എല്ലാം ക്രിട്ടിസൈസ് ചെയ്യോ വിനോദ്? പോരാ എന്നൊക്കെ പറയോ? ഇഷ്ടമായിട്ടില്ലെങ്കിൽ പറയും. ആണോ? ഏതാ ഇഷ്ടമാവാതെ? ഇഷ്ടമായത് ഞാൻ ചോദിക്കില്ല, ഇഷ്ടമാവാതിരുന്ന ഏതാന്ന് പറയൂ. പെട്ടെന്ന് പറ, ഇങ്ങനെ കൈ വെച്ചോ അപ്പൊ വിനോദ് കാണില്ല. പറയൂ, ഏതാ കുറച്ച് പോരാൻ തോന്നിയത്? ഏതാ? ധൈര്യമായിട്ട് പറഞ്ഞു. വേണ്ട. അപ്പൊ എന്തോ ഉണ്ട് കേട്ടോ വിനോദേ, എവിടെയോ വിനോദിനൊരു പോരായ്മയുണ്ട് കേട്ടോ. വിനോദ് പക്ഷെ ഇങ്ങനെ തിരക്കിട്ട ഒരു നടനായി കഴിഞ്ഞാലേ പണ്ടത്തെ മാതിരി ഒരു അറ്റൻഷൻ ഒന്നും കിട്ടില്ല അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ സങ്കടം വരുമോ? സങ്കടമൊന്നുമില്ല, എന്നാലും വിട്ടു നിൽക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ഇപ്പൊ തന്നെ ചില ഷൂട്ടിങ്ങിനൊക്കെ പോയ 10 ദിവസമൊക്കെ പിടിക്കുമ്പോൾ എനിക്കുണ്ടോ നൊസ്റ്റാൾജിയ, എങ്ങനെയെങ്കിലും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നൊക്കെ തോന്നാറുണ്ട്. നമുക്കിപ്പോൾ അത്രയും ദിവസം കൂടെ കൊണ്ടുപോകാൻ മാത്രം നമ്മൾ വളർന്നിട്ടു അല്ല, വന്നിട്ടുണ്ട് കേട്ടോ. 2-3 ലൊക്കേഷനിലൊക്കെ ഞാൻ അവളെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കാരണം അവിടെ പെട്ടെന്ന് ബോറടിക്കല്ലോ, അത് അവൾക്ക് തന്നെ അറിയാം. പിന്നെ അവള് അയ്യോ ഞാനില്ല എന്ന് പറയും. വിനോദിന് ഇപ്പൊ കിട്ടിയ സിനിമകളെല്ലാം ഈ പെർട്ടിക്കുലർ ഒരു ഭാഷ അടിസ്ഥാനമാക്കി അതിന്നിപ്പോ ഒരു മാറ്റം എനിക്കിപ്പോ വന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഫിലിമില് കളർ ബലൂണില് ഞാൻ ചെന്നപ്പോൾ ഡയറക്ടർ വിനോദ്, ഈ സിനിമയിൽ വിനോദ് കോഴിക്കോടൻ ഭാഷ പറയണ്ട, വിനോദ് വള്ളുവനാടൻ ഭാഷ പറഞ്ഞാൽ മതി. പിന്നെ വിനോദ് വളരെ സീരിയസ് ഉള്ള ക്യാരക്ടറാണ്, തമാശയില്ല അതിനകത്ത്. അപ്പം എനിക്ക് വലിയ സന്തോഷമായി.
വല്ലവനോടെ ഭാഷ പറയാന്നൊക്കെ പറയും. എന്നിട്ട് എനിക്ക് ഇടയ്ക്ക് കോഴിക്കോടൻ കയറി വരും. അപ്പോഴേക്ക് ഡയറക്ടർ വിനോദ് വല്ലവനാടനാണേ എന്ന് പറയും. അപ്പം ഞാൻ ഇങ്ങോട്ടെന്നെ കൊണ്ടുവരും. അപ്പോൾ വിനോദ് നല്ലൊരു ആക്ടർ ആവാൻ വേണ്ടി പ്രാദേശികം പഠിക്കുമോ? പല ഇനി അത് കോഴിക്കോടൻ സ്ലാങ് എനിക്ക് കോഴിക്കോടുള്ള അത് ഓക്കെ, അത് നമ്മളുടെ ബ്ലഡിലുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചാലും അത് മാറില്ല. ഇനിയിപ്പോൾ തിരുവനന്തപുരം പറയാൻ സാധിക്കും എനിക്ക്. ഞാനത് പല ഡയറക്ടർമാരാണ്, എനിക്ക് വളരെ അടുപ്പുള്ള ഡയറക്ടേഴ്സിനടുത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റേതെങ്കിലും ഭാഷ പറഞ്ഞിട്ട് ഒരു ഫിലിം ചെയ്യണം. ഇപ്പം ഞാൻ മമ്മൂക്കയുടെ കൂടെ കുഞ്ഞനന്തൻ്റെ കട എന്ന ഫിലിം, അതിലും മട്ടന്നൂർ കണ്ണൂർ ഭാഷയാണ് പറയുന്നത്. ചെറിയ വേഷമാണ് എങ്കിൽ പോലും സ്പോട്ട് ഡബ്ബിംഗ് ആയിരുന്നു അത്. സ്പോട്ട് ഡബ്ബിംഗ് ആയിരുന്നു. മമ്മൂക്കയൊക്കെ നന്നായിട്ട് വിഷമിച്ചിട്ടുണ്ട് ആ ഭാഷയൊക്കെ പഠിച്ചെടുക്കാനേ. കുറേ തവണ തെറ്റും വീണ്ടും പറയും. ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ല. കോഴിക്കോടൻ ഭാഷ പോലെയല്ല കണ്ണൂരിലെ. എന്ത് കാട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുന്നത് തന്നെ. ഒരു ആക്ടർ ആവാനായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യുമെങ്കിലും അതല്ലാതെ എന്തെങ്കിലും ട്രെയിനിങ് ചെയ്യും? എനിക്ക് ശരിക്കും ഈ ആക്ടിങ്ങിനോടൊരു വരാൻ തുടങ്ങിയത് ഞാൻ കോളേജ് കാലഘട്ടങ്ങളിൽ മോണോ ആക്ട് എന്നുള്ള ഒരു ഐറ്റം, അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തത്. അതെയോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ഒരുപാട് കുട്ടികളെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്. എൻ്റെ സ്ക്രിപ്റ്റുകൾ ഞാൻ അതിനോട് പുസ്തകം എഴുതിയിട്ടുണ്ട്. ഏകാഭിനയ സമാഹാരം എന്ന് പറഞ്ഞാൽ എൻ്റെ 25 സ്ക്രിപ്റ്റുകളുണ്ട് ആ പുസ്തകത്തിൽ. കോഴിക്കോട് പൂർണ്ണ പബ്ലിക്കേഷൻ. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ മത്സരിച്ചുകൊണ്ട് അതിലെ ഐറ്റങ്ങളാണ് കുട്ടികൾ പഠിച്ച് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ അത് ഒരുപാട് കോപ്പി വിറ്റഴിഞ്ഞു. ഇപ്പം അവർ വീണ്ടും എന്നോട് ആവശ്യപ്പോൾ സെക്കൻഡ് പതിപ്പ് എഴുതാനുള്ളൊരു എഴുത്തിലാണ് ഞാനിപ്പോൾ. കുറേ സ്ക്രിപ്റ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇഷ്ടമാണ് എനിക്ക്. 5 മിനിറ്റ് കൊണ്ട് നല്ലൊരു സന്ദേശം ആളുകളിൽ എത്തിക്കാനുള്ള ഒരു സ്ക്രിപ്റ്റേ വേണ്ടുള്ളൂ. അപ്പോൾ ഈ മോണോആക്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു. അതിൽ എനിക്ക് അതോടെ ആ ഒരു കാരണം കൊണ്ട് കുറേ വൺ മാൻ ഷോ ഒക്കെ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മോണോആക്ടിലൂടെയാണെന്ന് തോന്നുന്നു എനിക്ക്. കാരണം മോണോആക്ടിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വരും. ഇപ്പോൾ ഒരു മോണോആക്ടിൽ ഒരു 7 ക്യാരക്ടറൊക്കെ വരും. ഒരു അമ്മ വരും, മുത്തശ്ശി വരും, പോലീസ് വരും, ചെറിയ കുട്ടി വരും, മന്ദബുദ്ധി വരും. അവരൊക്കെ പെട്ടെന്ന് നമ്മൾ മാറി മാറി ചെയ്യല്ലോ. അപ്പോൾ അത് ശരിക്കും ആക്ടിങ്ങിൽ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്ന ക്യാരക്ടർ ഈ വിക്കൻ ക്യാരക്ടറൊക്കെ കിട്ടിയപ്പം ഓൾറെഡി ഞാൻ എൻ്റെ മോണോആക്ടിൽ അങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ എളുപ്പമായി. അപ്പോൾ ഞാൻ നേരത്തെ അത് ചോദിക്കണം എന്ന് വിചാരിച്ചു. അത് എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്തത്? അങ്ങനെ ഒരു ഈ സ്റ്റാമറിങ് ഇങ്ങനെ അല്ല, അത് ഞാൻ സത്യേട്ടന് കാണിച്ചു കൊടുത്തിരുന്നു. അത് ചില ആളുകൾക്ക് കൂടുതലുണ്ടാവും, ചിലർക്ക് മിതമായിട്ടേ ഉണ്ടാവുള്ളൂ. ചിലർക്ക് ടെൻഷൻ വരുമ്പോഴേ അല്ലാത്തപ്പോൾ ഉണ്ടാവില്ല അല്ലേ? ഒരു കാര്യം നമുക്ക് പറയണമെന്നുണ്ടാവും, പക്ഷെ അത് അവതരിപ്പിക്കും. അതാണ് ആക്ച്വലി അതിനകത്ത് പ്രേമം പറയാൻ തുടങ്ങുമ്പോൾ ഇത് കൂടുതൽ. പയ്യനോട് സംസാരിക്കുന്ന ഒരു പ്രശ്നമില്ല, പക്ഷെ പെൺകുട്ടിയോട് സംസാരിക്കാൻ വരുമ്പോൾ ടെൻഷൻ കൂടുകയാണ്. എന്നിട്ട് അവൻ പറയണം നിങ്ങൾക്ക് ഇത് പറ്റില്ല. നല്ല മനോഹരമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ നന്നായിട്ട് കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അതില് ഞാൻ വന്ന് കഴിക്കട്ടെ. ചേച്ചി ധൈര്യമായിട്ട് വിളിക്കും ഞാൻ. കാരണം ദേവുവിന്റെ കുക്കിങ്ങിനെ കുറിച്ച് ഒരുപാട് പേര് വീട്ടിലെല്ലാവർക്കും ദേവുവിന്റെ സാമ്പാർ എല്ലാതരം സാമ്പാർ ഞാനും വെക്കും. അതൊരു നല്ലൊരു കൈപ്പുണ്യമുണ്ട്. അത് എൻ്റെ വീട്ടില് പിന്നെ അമ്മയുടെ ഒക്കെ നല്ല സ്വാധീനം ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മയെ കുറേ കാലമായുള്ള അമ്മയുടെ കൂടെ ഉള്ള. അപ്പം അങ്ങനെയൊക്കെ പഠിച്ചു, നന്നായിട്ട് പഠിച്ചു. ഇപ്പം എന്തിനും പോരും നന്നായിട്ട്. നിങ്ങളിൽ ആരാ ദേഷ്യം വരുന്ന ആള്? പറഞ്ഞോട്ടെ വരുമോ? കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. ദേഷ്യക്കാരിയാ? ദേഷ്യം വരും. ദേഷ്യം വന്ന് പെട്ടെന്ന് തന്നെ ക്ഷമിക്കുക. എൻ്റെ കൂടെ ഇല്ല, അപ്പോൾ അധികമൊന്നും പോകില്ല. ദേഷ്യം വരില്ല. എനിക്ക് വളരെ അപൂർവമായിട്ട് വരുള്ളൂ. എനിക്ക് ക്ഷമ ഒരുപാടുണ്ട്. ഞാൻ നന്നായിട്ട് ക്ഷമിക്കും. അപ്പോൾ വിനോദ്, വളരെ സന്തോഷം. ഇനിയും നല്ല 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 സിനിമകൾ ചെയ്യാനും ഒരുപാട് പുരസ്കാരം വാങ്ങുന്നവനാണ് ഏറ്റവും നല്ല നടൻ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്നാലും വിനോദിൻ്റെ ഒരുപാട് നന്മയുള്ള മനസ്സുള്ളത് കൊണ്ടും ഇനിയും നല്ല സൽപ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സാമ്പത്തികം വേണം. എന്നാലേ നമുക്കത് അല്ലേ, വേറൊരാളുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി അതിൽ നിന്ന് 10 രൂപ കൊടുക്കുമ്പോഴാണ് നമുക്കത് റിയൽ സൽപ്രവർത്തനമാവുന്നത് അല്ലേ? അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ. നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ. സന്തോഷമായിരുന്നു.